ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എന്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഈ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആകാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആകാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറ്റാനും അതുപോലെ മുഖത്തെ ചെറിയ രോമങ്ങൾ അത് നമ്മൾ ഇത് ചെയ്യുന്നതോടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങ് പോരും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകാനും അതുപോലെ നല്ല യങ് ആൻഡ് ലുക്ക് സ്കിന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല മുഖത്തെ നല്ല സുന്ദരമാക്കാനായിട്ടുള്ള ഒരു വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആ ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. ഇതിന്റെ എഗ് വൈറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഏജിങ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ടൈറ്റ് ആക്കാനും ഫേം ആക്കാനും സഹായിക്കുന്നുണ്ട്. നല്ല ഉറപ്പും വലിവും ഒക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിനടിയിലെ പഫ്നെസ് മാറ്റി തരുന്നു. പിന്നെ മുഖത്തുള്ള വലിയ പോർസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ പിമ്പിൾസിനെ മാറ്റാനും ഈ നമ്മുടെ എഗ് വൈറ്റിന് നല്ല കഴിവാണ്. പിന്നെ മുഖത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റി മുഖത്തിനെ നല്ല ക്ലീൻ ആക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ എഗ് വൈറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് എടുക്കാനായിട്ട് ഇതേ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുട്ടയുടെ വെള്ള ഇത് മാത്രം നമുക്ക് എടുക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കണം. ഇത് നന്നായിട്ട് പതയ്ക്കണം. കുറേ നേരം നമ്മൾ ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നന്നായിട്ട് പതയണം. നല്ല വൈറ്റ് കളറാകണം. ചില ക്രീമൊക്കെ ആകുമല്ലോ, അതുമാതിരി ആകണം. അപ്പോൾ നമ്മൾ അത്രയും നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആയാലും ഒരു 10-15 മിനിറ്റോളം നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും. ഒരു മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താ നല്ല പത പോലെ. നമ്മൾ എത്രയും നല്ല പതപ്പിക്കുന്നു അത്രയും ഗുണം കിട്ടും. അല്ലാതെ നമുക്ക് വെറുതെ തേക്കാം, പക്ഷെ എങ്കിലും ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ നല്ല എന്താ ക്രീം പോലെ ആയി. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹണി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹണിയും കൂടി നമ്മൾ നന്നായിട്ട് ചേർത്തു. ആദ്യം നമ്മൾ മുഖം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യണം. അഴുക്കൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മുടെ മുടിയെല്ലാം ഒന്ന് നന്നായിട്ട് കെട്ടിവെച്ച് മുഖത്തോട്ടൊന്നും വീഴാതെ വെക്കണം. അതിനുശേഷം നമുക്ക് ഇതാണ് നമ്മൾ അടിച്ചു വെച്ച എഗ് വൈറ്റ്. ഇത് നമുക്ക് ബ്രഷ് കൊണ്ടും ഇടാം, കൈ കൊണ്ടും ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് മുഖത്ത് തേക്കുന്നത്. ആദ്യം ഒന്ന് നമ്മുടെ മുഖത്തൊന്ന് നന്നായിട്ട് പുരട്ടണം. ഇനിയിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മുടെ കണ്ണിനും മൂക്കും വായുടെയും ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയാണ് ഇത് നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഭാഗം ആദ്യം ആ ഭാഗം നമ്മൾ എടുത്തിട്ട് അവിടെ ഹോളിടണം. ഇനി അഥവാ നിങ്ങളിത് ചെയ്യുമ്പം കീറിപ്പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടിഷ്യൂ വെച്ച് ആ ഭാഗവും കൂടി നമ്മളത് ഇത് ചെയ്താൽ മതി.
നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും വരത്തക്ക വിധത്തിൽ. അതുപോലെ മൂക്കും ചുണ്ടിൻ്റെ ഭാഗവും. ഇതിന് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം. എങ്ങനെയായാലും ഏകദേശം ഒരു 25 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഇത് ഒരുപാട് എഫക്റ്റീവാണ്. നമ്മുടെ മുഖം നല്ല ഗ്ലോ ആകാനും ഒക്കെ വളരെ നല്ലതാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. ഇതിങ്ങനെ എവിടെയെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത് വെച്ചിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങട്ടെ. 25 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഇനിയിപ്പോൾ ഇതൊരു 25 മിനിറ്റ് സമയം നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പീൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച്. ഇതിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിട്ടൊക്കെ വരും. പക്ഷെ നമ്മളതിനെ മുഴുവനോടിങ്ങനെ എടുത്താൽ മതി. നമ്മുടെ കണ്ണിൻ്റെ ഭാഗവും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. നീന്നും തുടയ്ക്കാം. ഒരു കണ്ടോ? അപ്പം നമ്മുടെ മുഖം കൊണ്ട് നമ്മുടെ മുഖത്തെ ഇതിങ്ങനെ പീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറും. അതുപോലെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഗ്ലോ കണ്ടോ? ഒരു കരിവാളിപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ കറുത്ത പാടുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റമാണ്. ഞാൻ മുഖം കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ തുടച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തന്നെ ആ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇതേ ഉണ്ടോ? ഞാൻ ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. ഞാനിപ്പോൾ ഇതേ മുഖം കഴുകിയിട്ട് വന്നു. ഇപ്പം അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? മറ്റേ നേരത്തെ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി. ഇപ്പോൾ നല്ല ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുഖത്ത്. അത് തന്നെയല്ലേ, നല്ല സോഫ്റ്റ് ആണ് ഇപ്പം നമുക്ക് തൊട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്തതിന് ശേഷം എനിക്ക് കമന്റ് അറിയിക്കണം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.